ഹലോ ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിലും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ. ഇപ്പം ചിലപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മക്കളോട് ചിലപ്പോൾ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ മോളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ആങ്കൊച്ചിനോട് പറയാൻ പറ്റാത്ത കാര്യം ഉണ്ടാവും, ചിലപ്പോൾ ഇതൊന്നും അല്ല കെട്ടിയവനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും അല്ലേ. അതങ്ങനത്തെ പല കാര്യങ്ങൾ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് ഒരു ബന്ധത്തിന് പ്രശ്നങ്ങൾ വരുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്ത് പറയാൻ പാടില്ല. അതിപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, അയൽവക്കത്തെ ബന്ധങ്ങളായിക്കോട്ടെ, എന്തും ഇപ്പോൾ ലവർ ആണെങ്കിൽ പോലും അങ്ങനെയാണ് ആ ബന്ധം കൊണ്ടുപോകേണ്ടത്. പറയാൻ പാടില്ല. അതായത് പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത് പ്രൈവറ്റ് ആക്കി തന്നെ വെക്കണം. ഈ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചെയ്യാണ്ടിരുന്നത് എന്താ, തീരണമെങ്കിൽ പോട്ടെ, ചിലപ്പോൾ ഇതോടുകൂടി പണ്ടാലും തീരുമായിരിക്കുന്നു. പക്ഷേ ഇത് എവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇത് ഇടാനുള്ള കാരണം തന്നെ ഒരു പൊന്നൂസിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നന്ദുവിൻ്റെ ചെക്കൻ, കല്യാണം കഴിച്ച ചെറുക്കൻ്റെ ഗോകുലിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവർ പറയുന്നത് ഈ ഒരു ചാറ്റാണല്ലോ. ആ ചെറുക്കന് കല്യാണം കഴിക്കും മുമ്പ് 2023 ഈ ഒരു സംഗതി നടക്കുന്നത്. ഞാൻ ചാറ്റ് ഇവിടെ കൊടുത്തേക്കാം, വായിക്കേണ്ടക്കാക്കി വായിക്കാം. ചാറ്റ് 2023 കിടക്കുന്നത്. അപ്പം കഴിഞ്ഞ സംഭവമാണ്. ആൺപിള്ളേരായാലും പെൺകുട്ടികളായാലും റിലേഷൻഷിപ്പ് ഉണ്ടാകാറുണ്ട് കല്യാണത്തിന് മുമ്പ് അല്ലേ. ചിലപ്പോൾ കൊഞ്ചി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് കാണുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനം പറയും. അത് പിള്ളേർ അവർ ആ പ്രായത്തിൻ്റെ ഇതിൽ അവർ പറയുന്നതാണ്. അതിപ്പോൾ വലിയ സംഭവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ആ ഒരു പ്രൈവറ്റ് ചാറ്റ് കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ടത് വെറും തെണ്ടിത്തരമാണ്. പൊന്നൂസിനെ ആ പെണ്ണ് കൊടുത്തതാണെന്നാണ് പറയുന്നത്. അതായത് ഈ ചാറ്റ് ചെയ്ത പെങ്കൊച്ചുണ്ടല്ലോ, ആ റിലേഷൻഷിപ്പ് ഉണ്ടായ പെങ്കൊച്ചിനെ കൊണ്ട് കൊടുത്തതാണെന്നാണ്. ഇപ്പം ആ പെങ്കൊച്ചിനെയൊക്കെ പല പേരൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആങ്കർ ആണെന്നോ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിരുന്നപ്പോൾ ആരാണെങ്കിലും ആ പെങ്കൊച്ചു കൊണ്ട് കൊടുത്തത് ചിലപ്പോൾ ഈവൻ ബ്രേക്കപ്പ് ആയ എൻ്റെ ദേഷ്യത്തിന് കൊണ്ടു കൊടുത്തതായിരിക്കാം. നിൻ്റെ അനിയത്തിനാണ് ഇടിച്ചത്, അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ അവൻ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്തായിരിക്കും. അത് ദേഷ്യത്തിന് കൊടുക്കുന്നതാ. ബ്രേക്കപ്പ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടൊന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടപ്പോൾ നിങ്ങളെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറി പെടുന്നതാണെന്ന് നാട്ടുകാർക്ക് ശരിക്കും മനസ്സിലാണ്. ഇപ്പം നിങ്ങളെ ഫാമിലി വ്ളോഗ്സ് പണ്ട് എല്ലാവരും ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നത്, ഇപ്പം നിങ്ങളെ ഇത് കാണുന്നത് വെറുതെ നിങ്ങളുടെ ഈ ഇടിയും ബഹളവും കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇഷ്ടം കൊണ്ടല്ല. പുച്ഛമാണ് ആൾക്കാർക്ക്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക എന്നുള്ളതാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പൊന്നൂനെ നന്ദുവിനെ പറയാനോ പൊന്നൂനെ പറയാനോ യാതൊരു കാര്യമില്ല. ഇപ്പം ഞങ്ങൾ കണ്ടിട്ട് ഈ കണ്ട പ്രേക്ഷകരായിട്ടുള്ള ആളിൽ പറയുവാണ്, നന്ദന സ്നേഹിച്ച് കല്യാണം ഉറപ്പിച്ച് ചെക്കനെ കൂടി ഒളിച്ചോടിപ്പോയി, കല്യാണം കഴിക്കാൻ കാത്തുന്നില്ല. അതുപോലെ തന്നെ പൊന്ന് കല്യാണം ഉറപ്പിച്ച് ചെക്കനെ കൂടെ അല്ല, വേറെ ഒരുത്തരെ കൂടി പോയി. ഈ രണ്ട് പെൺമക്കളും മാതാപിതാക്കൾക്ക് എന്താ കൊടുത്തേക്കണം? എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ പുതിയ ചാനൽ തുടങ്ങാൻ നേരത്തെ നന്ദനയിൽ ചാനൽ ഉണ്ടായതായിട്ടാണ് ഞാനും നോക്കിയപ്പോൾ കണ്ടേക്കണത്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു കൊണ്ടുപോകണമെങ്കിൽ യൂട്യൂബും കൊണ്ട് പോയി ജീവിക്കാം. അത് വലിയ അവനിക്ക് ജോലിയില്ല യൂട്യൂബ് കൊണ്ട്, അത് ആയിരുന്നെങ്കിൽ എന്താണ് ഇപ്പം പൊന്നും ചെയ്യണത് അത് തന്നെയാണ്. അച്ചർക്കന് ജോലി ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അച്ചർക്കനും ഈ പെണ്ണിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് മേക്കപ്പിൻ്റെ ഇതിനൊക്കെ പോകണതായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് വ്ളോഗിൽ. എന്നാൽ അച്ചക്കൻ്റെ വേറെ ഏത് ജോലി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ട് തരും. അപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വരുമാനം എന്നുള്ള ഒന്നും ചെറിയ വരുമാനമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടല്ലോ. നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, കിട്ടുമെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അമ്മയുടെ ചാനൽ അങ്ങനെയല്ല നിങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും എടുത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചേട്ടത്തി അനിയത്തി ചേട്ടത്തി അമ്മയും എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുക. ഇതൊക്കെ വെറും തെണ്ടിത്തരമാണ്, മോശമാണ്. ഏറ്റവും ഞാനിപ്പോൾ നേരത്തെ പ്രവീണിൻ്റെയും ഒക്കെ കുടുംബം നോക്കുമ്പോൾ എന്ത് അന്തസ്സുണ്ട്. അതൊക്കെ പറഞ്ഞു തുടങ്ങി ഒക്കെ അവർ ചാനൽ തുടങ്ങി എങ്കിലും ഇല്ലേ, അവരൊക്കെ നല്ല അന്തസ്സോടുകൂടി അമ്മയും ഒക്കെ ആയാലും അവർ മാറി നിന്ന് പിന്നീട് പ്രണവായാലും എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞാലും എനിക്കും വേദനിക്കും. കാരണം അച്ഛനും അമ്മയും അനിയനുമാണ്. ഇത് വെറും ചെറ്റത്തരം കാണിക്കുന്ന, സത്യമാണ്, ഉളുപ്പില്ലാത്ത ഒരു ഫാമിലി. എങ്ങനെ അത് വേറെ പറയാനില്ല. അച്ഛനമ്മയും വളർത്തുദോഷമാണ് മക്കളിങ്ങനെ എത്രത്തോളം വരുന്നത്. ഏതൊക്കെ രീതിയിലുള്ള പിള്ളേരായിക്കോട്ടെ, ഇത് വളർത്തുദോഷം തന്നെയാണ്. പിന്നെ ചിലരുണ്ട് ആ പെൺകുട്ടിനെ പഠിപ്പിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പഠിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരെ തല്ലി പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ജോലിക്കും പോകാൻ പറ്റത്തില്ല, ഒന്നിനും പോകാൻ പറ്റത്തില്ല. അതിന് കല്യാണം കഴിക്കുക, എവിടെയെങ്കിലും യൂട്യൂബ് ചാനലായിട്ട് നടക്കുക, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ വരുമാനം അതാക്കി ഏതായാലും പോയി, അത് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ, അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്. ഈ ചാറ്റ് പുറത്ത് വിട്ടതിലൂടെ ആ ചെറുക്കൻ്റെ വീട്ടുകാർക്കും ചെറുക്കനിക്കും വലിയ പ്രശ്നങ്ങൾ വന്ന് ആ പെങ്കൊച്ചിനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആ പെങ്കൊച്ച് എവിടെ പോകും?
അത് വല്ല അതിക്രമവും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് പോകും? നിങ്ങൾക്ക് പോകൂലേ? നിങ്ങളുടെ അനിയത്തിയല്ലേ, പൊന്നൂനോടാണ്, പൊന്നൂൻ്റെ അനിയത്തിയല്ലേ ഈ അമ്മ എന്നുള്ള വ്യക്തി. മതിയാക്കടി മോളെ എന്ന് പറഞ്ഞ് നിർത്താം മൂത്ത മോള, ഇളയ മോളോടല്ലേ മിണ്ടാത്തുള്ളൂ. അപ്പോൾ ഇതെവിടെ വെച്ച് നിന്നേരെ അമ്മയും മിണ്ടുന്നില്ല. കാര്യം ഇവർക്കൊക്കെ ഈ കണ്ടന്റ് വിട്ട് നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ പഴയ 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 ഇപ്പോൾ യൂട്യൂബ് തുറന്ന കാര്യം ഇങ്ങനെ യൂട്യൂബ് കൊടുക്കണേണ് എല്ലാവർക്കും. സബ്ജക്റ്റിൽ ഇപ്പോൾ പോവുകയാണ്, ഇവരൊക്കെ വീഡിയോസാണ് കയറി വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഴയ പിന്നെ പണ്ടെങ്ങാനും, അതായത് പൊന്നൂൻ്റെ കല്യാണം മുമ്പുള്ള ഇത് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നിർത്താനുള്ള പരിപാടി ഇല്ല എന്നുള്ളത് കാര്യം മനസ്സിലായി. അതുപോലെ ആൾക്കാർക്ക് മനസ്സിലായി ഇത്രത്തോളം ഭൂലോക ചെറ്റകളാണ് ഈ ഒരു ഫാമിലി എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രത്തോളം ഒരു പിന്നെ ഇൻഫ്ലുവൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാണിക്കുമ്പോൾ ഇതുണ്ട് ഇവർ ഇങ്ങനത്തുള്ള ഫാമിലിയാണ്, നല്ല രീതിയിൽ ജീവിക്കുന്നു. ഓക്കെ, മക്കളാണ്, കല്യാണം പെൺകുട്ടികളാണ്, അവിടെ ഇറങ്ങി സ്നേഹിച്ച ആൾക്കാർ കൂടെ ഇറങ്ങിപ്പോയി, അതൊക്കെ നമ്മൾ ഇതിലെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്, ഓൾറെഡി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതല്ലല്ലോ, അതിലപ്പുറവും കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ചെറുക്കനെ ചാറ്റ് വിറ്റത് വെറും തണ്ടിത്തരമാണ്. ആ ചെക്കൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഓക്കെ, അതിനിപ്പോൾ യാതൊരു പ്രശ്നം. പ്രശ്നം പറയായിരുന്നു. എങ്ങനെ കല്യാണം കഴിക്കും മുമ്പ് വല്ല ആണുങ്ങളായിട്ട് പോയി പെണ്ണുങ്ങളും എല്ലാം കഴിഞ്ഞ് വന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള കാലമാണ് ഇപ്പം. അങ്ങനത്തെ കാലമാണ് ഇപ്പോഴത്തെ സമയത്ത്. ഇതിനിടയ്ക്ക് അമ്മ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ എവിടെയാണ്ടും പോയപ്പോൾ ഇവൻ രാത്രി കക്കാൻ വേണ്ടി വന്ന മാതിരി നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നന്ദുവിന് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിലൊക്കെ ആയി എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അതൊരു മോളെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് എത്രയും വ്യക്തമായിട്ട് പറയുന്നില്ല. ഇവനാണ് വന്നതെന്നൊന്നും പറയുന്നത്, കള്ളം വന്ന് നിൽക്കുന്നു പറയുന്നത്. അതാണ് പറഞ്ഞത്, തൻ്റെ സ്വന്തം പല്ല് കുത്തി നാട്ടുകാരെ മണപ്പിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ചില ഇതിന് കാശിന് വേണ്ടി എന്തും ഏതും കാണിക്കുന്നു. അതിപ്പോൾ ഈ സാധാരണ മറ്റുള്ള പെണ്ണുങ്ങൾ കാണിക്കുന്ന അതേ സെയിം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നാടിത്തരമായിട്ടാണ് തോന്നിയിരിക്കുന്നത്, വെറും താടിത്തരം. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പിന്നെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി കണ്ടന്റ് കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. നിങ്ങൾ കാശ് മേടിക്കണതിൻ്റെ ഒരു ഇത്തിരിയൊക്കെ ഞങ്ങൾ മേടിക്കേണ്ട കാശ്. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. ഇങ്ങനെ ആകരുത് എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ഞാൻ ആരെയും ഇതും വോയിസും കാര്യങ്ങളും കേട്ടില്ല, നിങ്ങളെല്ലാവരും കയറി കാണുന്നതാണ്. ഇതൊക്കെ തന്നെയല്ലേ തിരിച്ചു മറിച്ചൊക്കെ ഇവർ പറയുന്നത്. എന്തായാലും പൊന്നൂസിൻ്റെ ഈ പ്രവൃത്തിയോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാവർക്കും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഉള്ളതാണ്. പക്ഷേ ഇതുപോലെ നമ്മുടെ ഇതില്ലാതെ, നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ചാറ്റൊക്കെ പുറത്തു വന്നത് വെറും തട്ടിത്തരമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക. ഒരുത്തി അവിടെ നിന്നിട്ട് ഇനി പിന്നെ പോലീസ് കേസും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയും ഞാനിവിടെ സ്ക്രീൻഷോട്ട് വെച്ചേക്കാം കേട്ടോ. ആർക്കെതിരെയാണെന്നുള്ളത് ഞാൻ വേറൊരു ചാനലിൽ ഇതിൽ കൂടെ പറഞ്ഞെന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ഈ ഫാമിലിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നേരത്തെ ആരാണ്ടൊക്കെ എന്നെ പൊന്നൂസിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എങ്ങനത്തെ കമൻറ്റ് ഇടുന്നത്? ചാറ്റ് കൊടുത്താൽ അത് ഓക്കെ, പക്ഷേ പുറത്തു വിട്ടത് ശരിയുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ബൈ.